എൻ.ഡി. അപ്പച്ചൻ രാജിവെച്ചു എന്ന ഏറ്റവും പുതിയ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. വയനാട് DCC പ്രസിഡന്റ് എൻ.ഡി. അപ്പച്ചൻ രാജിവെച്ചു. എൻ.എം. വിജയൻ അടക്കമുള്ള വിഷയങ്ങളിൽ പ്രതിക്കൂട്ടിലായിരുന്നു വയനാട് DCC എന്നുള്ളത് നമുക്കറിയാം. വലിയ രീതിയിൽ കോഴ ആരോപണങ്ങളടക്കം വലിയ രീതിയിൽ വയനാട് DCCക്കെതിരെ രംഗത്തെത്തിയിരുന്നു. മാത്രമല്ല എൻ.എം. വിജയൻ അടക്കമുള്ളവരുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് നിരവധി പേർക്ക് കോൺഗ്രസിൽ തന്നെ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടൊക്കെ വിവിധതരം കോഴ ഇടപാടുമായി ബന്ധപ്പെട്ടൊക്കെ ജീവിതത്തിൽ നിന്ന് തന്നെ രാജിവെക്കേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നിർബന്ധമായ സാഹചര്യം DCCയുടെ നേതൃത്വത്തിൽ അടക്കം നടന്നതാണ് എന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആരോപണം ശക്തമായിരുന്നു. പല വിധത്തിലും അത് തെളിയിക്കുന്ന സംസ്ഥാപിക്കുന്ന തെളിവുകളും അതിൻ്റെ അന്വേഷണങ്ങളും ഒക്കെ പുരോഗമിച്ചിരുന്നു. കൈരളി ന്യൂസ് തന്നെ നിരവധി വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് മുമ്പിലേക്ക് വെച്ചതാണ്. അതൊന്നും നിഷേധിക്കാനും കോൺഗ്രസ്സിന് ആയിരുന്നില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് എൻ.ഡി. അപ്പച്ചൻ വയനാട് DCC പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നത്. തീർച്ചയായും ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ജോഷില ചേരുന്നു. ജോഷില, എൻ.ഡി. അപ്പച്ചൻ രാജിവെച്ചു, എന്താണ് അവരുടെ ഔദ്യോഗികമായ വേർഷൻ? മറ്റു വിവരങ്ങൾ കൂടി ചേർത്താൽ. അജിംഷാദ് ഔദ്യോഗികമായ ഒരു കാര്യങ്ങളും ഇപ്പോൾ പുറത്തേക്ക് വിട്ടിട്ടില്ല. സണ്ണി ജോസഫ് ഈ കാര്യം ശരിവെച്ചു, എൻ.ഡി. അപ്പച്ചൻ രാജിവെച്ചു എന്നുള്ള കാര്യം ശരിവെച്ചു എന്നല്ലാതെ മറ്റൊരു കാര്യങ്ങളും ഇപ്പോൾ പുറത്തു വിട്ടിട്ടില്ല. അല്പസമയത്തിനകം മാധ്യമപ്രവർത്തകരെ എൻ.ഡി. അപ്പച്ചൻ കാണും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വയനാട്ടിലുണ്ടായിരുന്ന വലിയ ഗ്രൂപ്പ് പോരി, മാത്രമല്ല നിരന്തരമുണ്ടാകുന്ന ആത്മഹത്യകൾ, ഇതൊക്കെ തന്നെ കോൺഗ്രസിനെ വല്ലാതെ ഉലച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യം നിലനിൽക്കുന്ന സമയത്താണ് പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കഴിഞ്ഞ ദിവസം വയനാട് സന്ദർശിക്കുന്നത്. അവർ വയനാട് സന്ദർശിക്കുന്ന വേളയിൽ തന്നെ വലിയ പ്രശ്നങ്ങളായിരുന്നു വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. വയനാട് കോൺഗ്രസിലെ പൊട്ടിത്തെറി അത് ജോസ് നല്ലയിടത്തിന്റെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നു. വീണ്ടും ഒരാൾ ആത്മഹത്യ ചെയ്യുന്നത്, എൻ.എം. വിജയന് ശേഷം ഒരാൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ സമയത്താണ് പ്രിയങ്ക ഗാന്ധി സ്ഥലത്തെത്തുന്നത്. ഇവർക്ക് ആകെ തന്നെ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ പത്മജ, എൻ.എം. വിജയന്റെ മരുമകൾ പത്മജ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. കോൺഗ്രസിന് ഒരു ഇര കൂടി എന്ന് എഴുതി വെച്ചിട്ടാണ് ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്. മാത്രമല്ല എൻ.എം. വിജയന്റെ കടബാധ്യത സംബന്ധിച്ചുള്ള വലിയ പ്രശ്നങ്ങൾ കോൺഗ്രസിൽ നിലനിൽക്കുന്നു. ഇതൊക്കെ തന്നെ വരുംകാല തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകും എന്നുള്ള ബോധ്യം ദേശീയ നേതൃത്വത്തിന് പോലും ബോധ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി എന്നുള്ളതാണ്. ജോസ് നല്ലയിടത്തിന്റെ കുടുംബത്തെ സന്ദർശിക്കാൻ പ്രിയങ്ക ഗാന്ധിയോ സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ തയ്യാറായില്ല. അതുപോലെ തന്നെ പത്മജയെ സന്ദർശിക്കാനും തയ്യാറായില്ല. എന്നാൽ ജോസ് നല്ലയിടത്തിന്റെ കുടുംബം അവസാന നിമിഷം അവരെ പോയി കണ്ട് പരാതി നൽകുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരാണ് ഇത്തരത്തിൽ തങ്ങളുടെ കുടുംബത്തെ ഈ ഒരു ദുരന്തത്തിലേക്ക് എത്തിച്ചത് എന്നുള്ള പരാതി നൽകി എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു. എന്തായാലും ഈ ഒരു സംഭവത്തെ തുടർന്ന് എൻ.ഡി. അപ്പച്ചൻ ഇപ്പോൾ രാജിവെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. തീർച്ചയായും, അതായത് രൂക്ഷമായ വിമർശനങ്ങൾ കോൺഗ്രസിനുള്ളിൽ തന്നെ ഉണ്ട്. കാരണം വിജയേട്ടൻ എന്നവർ വിളിക്കുന്ന എൻ.എം. വിജയൻ, ആ എൻ.എം. വിജയന്റെ കുടുംബത്തെ ഇത്ര കണ്ട് ദുര്യോഗങ്ങളിലേക്ക് നയിച്ചത്, എൻ.എം. വിജയനും മകനും മരിക്കേണ്ടി വന്ന സാഹചര്യം, നേരത്തെ പറഞ്ഞ ജോസിന്റെ കാര്യത്തിൽ നിരവധി ആരോപണങ്ങൾ, പല കോൺഗ്രസ് നേതാക്കളെയും മദ്യവും പണവും അടക്കം വെച്ച് കുടുക്കാൻ ശ്രമിച്ച നിലപാടുകൾ, അങ്ങനെ അടിമുടി ഒരു വെള്ളരിക്കാപ്പട്ടണ സമാനമായി കോൺഗ്രസ് വയനാട്ടിൽ എത്തിച്ചേരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ വിമർശനങ്ങൾ കോൺഗ്രസിന്റെ അണികൾക്കിടയിൽ തന്നെ അവിടെ ഉയർന്ന സാഹചര്യമുണ്ട് ജോഷില, അല്ലേ? തീർച്ചയായും അജിംഷാദ്, കോൺഗ്രസ് ഏറ്റവും അധപ്പതിച്ച ഒരു അവസ്ഥയിലേക്ക് പോകുന്ന കാഴ്ചയായിരുന്നു വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത്. ഇത് വയനാട് മാത്രമല്ല, കേരളത്തിലെ തന്നെ കോൺഗ്രസ് നേതൃത്വത്തെ ആകെ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. കാരണം കോൺഗ്രസിനെ ഗ്രൂപ്പ് പോലെ അത് പല രീതിയിൽ അണികൾക്കിടയിൽ പോലും വലിയ രീതിയിലേക്ക് ബാധിക്കുന്നു. അത് ഈ പറഞ്ഞതുപോലെ തന്നെ മദ്യവും മയക്കുമരുന്നും ഒക്കെ മറ്റുള്ളവരുടെ വീടുകളിൽ കൊണ്ടുവച്ച് പരസ്പരം ചതിയിലേക്ക് പോകുന്നു. ഒരാൾ 17 ദിവസം ജയിലിൽ കിടക്കുന്നു, മറ്റൊരാൾ ആത്മഹത്യ ചെയ്യുന്നു. ഇത്തരത്തിൽ ഏറ്റവും മോശമായ രീതിയിലേക്ക് കോൺഗ്രസിന്റെ ഒരു സംസ്കാരത്തെ പോലും ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഈ സമയത്താണ് ഇവരൊക്കെ തന്നെ ദേശീയ നേതൃത്വം ഇവിടെ എത്തുന്നത്. പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ, കമ്മിറ്റികൾ വിളിച്ചു ചേർക്കാൻ പറ്റാത്ത അവസ്ഥ, UDF നേതൃത്വത്തെ പ്രിയങ്ക ഗാന്ധിയൊക്കെ കണ്ടപ്പോൾ പോലും തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇതൊക്കെ തന്നെ പരാതികളായി മാറുന്നു. കോൺഗ്രസിനെ ഒരു തരത്തിലും രക്ഷിക്കാനാവാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയ ഒരു സാഹചര്യത്തിൽ തന്നെയാവണം നേതൃത്വത്തെ മാറ്റാൻ ഒരുപക്ഷെ ദേശീയ നേതൃത്വം തീരുമാനിച്ചിരിക്കണം എന്നാണ് സൂചന. അതിന്റെ ഭാഗമായിട്ട് കാരണം പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ, നമുക്കറിയാം വയനാടിനെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നേരിട്ട്
ദേശീയ നേതൃത്വം എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് അവിടെ ബൗണ്ടഡ് ആണ്. അവർ കൃത്യമായി ഈ വിഷയങ്ങളിൽ ഉത്തരം പറയാൻ ബന്ധിതമാണ്. കാരണം അവിടുത്തെ ജനവിധി നേടിയവരാണവർ. ആ അർത്ഥത്തിൽ തന്നെ പ്രിയങ്ക ഗാന്ധി പല ഘട്ടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് വയനാട് സന്ദർശന വേളയിൽ NM വിജയൻ്റെ കുടുംബത്തെ കാണാൻ തയ്യാറാകാത്തത് വലിയ വിമർശനങ്ങൾക്കിടയായി. ഒരുപക്ഷെ ഇത്തരം സമ്മർദ്ദങ്ങൾ ദേശീയ നേതൃത്വത്തിലേക്ക് സ്ട്രോയായി എത്തിയത് ഈ പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുലിൻ്റെയും ഒക്കെ സാന്നിധ്യമാണ്. അതൊരു പക്ഷേ ND അപ്പച്ചൻ്റെ രാജിയിലേക്ക് നിർബന്ധമായ സാഹചര്യം സൃഷ്ടിച്ചത്. അല്ലാതെ KPCCയുടെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് പറയാനാകുന്നത്, അല്ലേ? KPCC നേതൃത്വത്തിന് ഇടപെടേണ്ട ഒരു സാഹചര്യം തന്നെ വന്നിരിക്കുന്നു. ദേശീയ നേതൃത്വം നേരിട്ട് ഇടപെട്ട ഒരു സാഹചര്യത്തിലേക്ക് തന്നെയായിരുന്നു കാര്യങ്ങൾ പോയത്. കാരണം പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള ആളുകൾ ഇപ്പോൾ